നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 26 തിരുവോണ ദിവസം. ഓക്കെ, അന്ന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഒന്നാമതായിട്ട് അന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് അന്ന് അഭിജിത്ത് മുഹൂർത്തം ഇല്ല. ഓക്കെ, അതുമാത്രമല്ല രാഹുകാലം വരുന്നത് ആഗസ്റ്റ് 26 തിരുവോണ ദിവസം. രാഹുകാലം വരുന്നത് ഉച്ചയ്ക്ക് 12:24 PM മുതൽ ഉച്ചയ്ക്ക് 1:55 PM വരെയാണ്. അപ്പോൾ ഏകദേശം മിക്കവാറും കേരളീയർ തിരുവോണ സദ്യ വിളമ്പുന്നത് സാധാരണ എല്ലാ വർഷവും ഈ സമയത്താണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞേക്കുന്ന രാഹുകാലത്തിൻ്റെ കറക്റ്റ് ടൈമാണ്. അത് ശരിക്കും അന്നത്തെ ദിവസം ഈ എന്താ പറയുക, ബുധനാഴ്ച രാഹുകാലം ഈ കലണ്ടറിൽ കാണിക്കുന്നത് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 1:30 വരെയാണ്. ഓക്കെ, പക്ഷെ കറക്റ്റ് രാഹുകാലം വരുന്നത് ഇത് തൃശ്ശൂർ ജില്ലയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആണ് പറയുന്നത്. അത് പക്ഷേ മറ്റ് ജില്ലകളിൽ 1-2 മിനിറ്റ് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒക്കെ ആവാം. എങ്കിൽ നമുക്ക് സേഫ്റ്റി എടുക്കുക. ഉച്ചയ്ക്ക് 12:24 PM മുതലാണ് ഈ തൃശ്ശൂർ ജില്ലയിൽ രാഹുകാലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനിക്കുന്നത് 1:55 PM. ഇതിൽ നിന്ന് നമുക്കൊരു 5 മിനിറ്റ് മുമ്പോട്ടും 5 മിനിറ്റ് പുറന്നോട്ടും ആക്കാം. ഓക്കെ, അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ കേരളത്തിൽ സംസ്ഥാനം മുഴുക്കെ 12 മണി, ഓക്കെ, 19 PM അങ്ങനെ നമുക്ക് കണക്കാക്കാം. ഏകദേശം പറയുകയാണെങ്കിൽ എല്ലാവർക്കും സൗകര്യമുള്ളൊരു സമയമാണ് പറയുന്നത്. അതായത് സദ്യ വിളമ്പുന്നത് ഒന്നുകിൽ ഉച്ചയ്ക്ക് 12:19 PM മുമ്പ് വിളമ്പുക, കഴിച്ചു തുടങ്ങാം. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുകാലം ഈ പറഞ്ഞ കണക്ക് യാത്രയ്ക്ക് മാത്രം നോക്കിയാൽ മതിയെന്നാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഈ പറഞ്ഞ കണക്ക് പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ രാഹുകാലത്ത് നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് പൊതുവെ ഉള്ളൊരു ഇത്. തീർച്ചയായിട്ടും യാത്രയ്ക്ക് മാത്രം ആണ് ഈ രാഹുകാലം നോക്കേണ്ടത്. പക്ഷെ നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമല്ലേ തിരുവോണ ദിവസം സദ്യ വിളമ്പുന്നു, ആഹാരം കഴിക്കുന്നു. അപ്പോൾ അത് തുടങ്ങുന്നത് എന്തായാലും രാഹുകാലത്തിന് മുമ്പ്, അതായത് ഒന്നിൽ ഉച്ചയ്ക്ക് 12:19 PM മുൻപ്, അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 PM ശേഷം വിളമ്പും. അതാണ് കൂടുതൽ സൗകര്യം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നതും രാഹുകാലത്തല്ല എന്നൊരു സേഫ്റ്റി ഉണ്ട്. ഉച്ചയ്ക്ക് 2 മണി, തൃശ്ശൂർ ജില്ലയിലെ കണക്കനുസരിച്ച് 1:55 PM വരെയാണ് അന്ന് രാഹുകാലം. അതിനുശേഷം സംസ്ഥാനത്തുടനീളം മൊത്തം പറയുകയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് 2 PM ശേഷം ഊണ് വിളമ്പുന്നതും കഴിക്കുന്നതും ആണ് ഉചിതം. പിന്നെ വിശപ്പ് സഹിക്കാത്ത ആൾക്കാർക്ക് 12:19 PM മുൻപായിട്ട് വിളമ്പി പിന്നെ സദ്യ വിളമ്പുക, കഴിക്കാം. ഓക്കെ, അപ്പോൾ മലയാളികൾക്ക് മുഴുവൻ, ലോകത്തിലെ മുഴുവൻ മലയാളികൾക്കും വെളിച്ചം ചാനലിൻ്റെ തിരുവോണ ദിനാശംസകൾ അഡ്വാൻസായിട്ട് നേരുന്നു. എല്ലാവർക്കും, വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.
ഒരിക്കൽ കൂടി തിരുവോണത്തിൻ്റെ മംഗളാശംസകൾ. നമസ്കാരം.